പാറശാലയിൽ അധികാരമേറ്റയുടൻ കോൺഗ്രസ് ഭരണസമിതി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലെ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ചിത്രം എടുത്തുമാറ്റി. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ വി.എസിന്റെ ചിത്രം മാറ്റിയതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നു. വി.എസ്. അച്യുതാനന്ദൻ കോൺഫറൻസ് ഹാൾ എന്ന പേര് ചുരണ്ടിക്കളയുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നു. പ്രതിഷേധവുമായി CPIM നേതാക്കൾ രംഗത്തെത്തി. പാറശാലയിൽ അധികാരത്തിലെത്തിയ കോൺഗ്രസ് ഭരണസമിതിയുടെ നീക്കമാണ് വിവാദത്തിൽ ആയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ബെൻഡാറുൻ പ്രസിഡന്റായ ബ്ലോക്ക് ഭരണസമിതിയാണ് മുൻ മുഖ്യമന്ത്രി വി.എസിന്റെ പേരിൽ കോൺഫറൻസ് ഹാൾ പണിതത്. ഹാളിൽ വി.എസിന്റെ ചിത്രവും വച്ചു. നിയമസഭാ സ്പീക്കർ A.N. ഷംസീറാണ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പാറശാല, നെയ്യാറ്റിങ്കര MLA-മാരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം കോൺഗ്രസിന് കിട്ടിയതോടെ പക മുഴുവൻ കേരളം ആദരിക്കുന്ന വി.എസിനോട് ആയി മാറി. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ വി.എസിന്റെ ചിത്രം മാറ്റി. വി.എസ്. അച്യുതാനന്ദൻ കോൺഫറൻസ് ഹാൾ എന്ന പേര് ചുരണ്ടിക്കളയുന്ന വീഡിയോ ദൃശ്യങ്ങളും കൈരളി ന്യൂസിന് ലഭിച്ചു. സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. തികച്ചും ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് ഇതിലൂടെ ഇവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് ഇന്നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബഹുമാന്യനായ ശ്രീ വി.എസ്. അച്യുതാനന്ദൻ അവരുടെ ഫോട്ടോ മാറ്റുക എന്നുള്ളത് രാഷ്ട്രീയമായ നിലപാടാണോ എന്ന കാര്യം കോൺഗ്രസും UDF-ഉം എല്ലാം പറയേണ്ടതായിട്ട് വരും. തീർച്ചയായും ഇന്നാട്ടിലെ ജനങ്ങൾ ഇതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഭരണം ലഭിച്ചാൽ കോൺഗ്രസ് കാണിക്കുന്ന അങ്ങേയറ്റത്തെ അഹംഭാവമാണ്. അത് ജനാധിപത്യ വിരുദ്ധമാണ്. ഒരിക്കലും ചെയ്യാൻ അസഹിഷ്ണുത, ഈ അസഹിഷ്ണുത കോൺഗ്രസിനെ അസഹിഷ്ണുത പിടിമുറുക്കിയിരിക്കുന്നു. അതാണ് അതിൻ്റെ കാര്യം. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെയാണ് വി.എസിന്റെ ചിത്രം മാറ്റിയതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കോൺഫറൻസ് ഹാൾ എന്ന പേര് ചുരണ്ടിക്കളയുന്ന വീഡിയോ ദൃശ്യങ്ങൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.